നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മക്കളുമായി ജീവനൊടുക്കിയ ഷൈനയുടെ അച്ഛനും അമ്മയും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികൾ പൂർണ്ണമായി മുഖവിലക്കെടുക്കാതെ പോലീസ്. സ്വന്തം വീടിൽ നിന്നും ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനായി ഷൈനയുടെ അച്ഛൻ കുര്യാക്കോസിന്റെയും അമ്മ മോളിയുടെയും മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. നോബിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഫെബ്രുവരി 28 പുലർച്ചെ 4:44 ഷൈനി മക്കളായ അലീനയും ഇവാനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീടിന് എതിർവശമുള്ള റോഡിലൂടെയാണ് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത്. ഇളയ മകൾ ഇവാനെയും ഷൈനി കൈപിടിച്ച് വലിച്ചുകൊണ്ടുപോകുന്നത് CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നിരുന്നു. കേസിൽ നിർണായക തെളിവായി മാറുന്നത് ഷൈനിയുടെ ഫോണാണ്. ഷൈനി മരിക്കുന്നതിന്റെ തലേദിവസം ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി. ഈ ഫോൺ വിളിയിലെ ചില സംസാരങ്ങളാണ് ആത്മഹത്യക്ക് പ്രകോപനമെന്നാണ് പോലീസിന്റെ നിഗമനം. ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടിയ റെയിൽവേ ട്രാക്കിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല. വീട്ടിൽ നടത്തിയ പരിശോധനയിലും ഫോൺ കിട്ടിയില്ല. മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടവർ ഫോൺ എവിടെയാണെന്ന് അറിയില്ല എന്നായിരുന്നു മറുപടി. നിലവിൽ ഷൈനിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫോണിന്റെ ലൊക്കേഷൻ വീടിനടുത്താണ് കാണിച്ചിരുന്നത്. വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഒരിടത്തു നിന്ന് തന്നെ ഈ ഫോൺ കിട്ടിയിട്ടില്ല. ഷൈനിയുടെ മരണ ദിവസം തന്നെ ഫോൺ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. നോബിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത അവസ്ഥയിൽ തന്നെയാണ്. അതിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്താൻ മാത്രമേ ഇനി വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം നോബി ലൂക്കോസ് ഷൈനി ഫോണിൽ വിളിച്ചിരുന്നു. മദ്യലഹരിയിൽ വിളിച്ച നോബി ഷൈനി അധിക്ഷേപിച്ചാണ് സംസാരിച്ചത്. വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്നും കുട്ടികളെ പഠനത്തിനടക്കമുള്ള ചിലവ് നൽകില്ലെന്നും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കെടുത്ത വായ്പയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും നോബി ഒഴിയുകയും ചെയ്തു. ഇക്കാര്യങ്ങളിലെല്ലാം നോബി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചും കഴിഞ്ഞു. ഷൈനിയുടെ മൊബൈൽ ഫോൺ കിട്ടിയാൽ ഇതിനെല്ലാം ശാസ്ത്രീയ തെളിവാകും. ഇതാണ് ഫോൺ കിട്ടാത്തതുമുള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നത്. സാധാരണ എല്ലാ ദിവസവും പുലർച്ചെ പള്ളിയിൽ പോകാറുണ്ടായിരുന്ന ഷൈനിയും കുട്ടികളും അന്നും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. വഴിയിലേക്ക് ഇറങ്ങിയ ശേഷം മുന്നോട്ട് നടക്കാൻ മടിക്കുന്ന ഇളയ കുട്ടിയുടെ കയ്യിൽ ഷൈനി ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നത് CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. മൂത്ത കുട്ടി ഇവരുടെ പിന്നാലെ പോകുന്നതും കാണാം. പിന്നീട് രാവിലെ 5:20 നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ഷൈനിയും മക്കളും ജീവനൊടുക്കിയതെന്ന് പോലീസ് പറയുന്നു. ജീവിതം അവസാനിപ്പിക്കുന്നതിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അവസാനത്തെ വഴിയും തേടി മടുത്ത തന്റെ സുഹൃത്ത് ജെസിയോട് സംസാരിച്ചത് ഹൃദയഭേദകമായാണ്. ഷൈനിക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. സാമ്പത്തിക ബാധ്യതകൾ ഏറെ. ഭർത്താവ് വക്കീലിനോട് സ്വീകരിക്കാത്ത സാഹചര്യം പോലുമുണ്ടായി. ആ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിരുന്നു. അവസാന നിമിഷം വരെ ഷൈനി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. മക്കളെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഏൽപ്പിച്ച ശേഷം ജീവിതയുദ്ധം തുടരണമെന്നായിരുന്നു ഷൈനിയുടെ ആഗ്രഹമൊക്കെ. മക്കളുടെ സംരക്ഷണം എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഷൈനിക്ക് ജോലി തേടി ദൂരേക്ക് പോകാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് കാരിത്താസ് അടക്കം കോട്ടയത്തെ ഏതാണ്ട് 12ഓളം ആശുപത്രികളിൽ ജോലി തേടിപ്പോയത്. അവിടെയൊന്നും ഷൈനിക്ക് ജോലി കിട്ടിയില്ല. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കരിയറിൽ വന്ന ഇടവേളയാണെങ്കിൽ രണ്ടാമത്തേത് ഭർത്താവ് നോബിയുടെ സഹോദരനായ ഫാദർ ബോബിയുടെ തെറ്റായ ഇടപെടലും. ഈ പശ്ചാത്തലത്തിൽ ഷൈനിക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു. അങ്ങനെ മക്കളെ ഹോസ്റ്റലിലാക്കാൻ ഷൈനി തീരുമാനിക്കുകയും ചെയ്തു. ഹോസ്റ്റലിലായാൽ പിന്നെ അവരുടെ കാര്യം ശരിയാകുമല്ലോ എന്നായിരുന്നു പ്രതീക്ഷ. മക്കൾ പഠിച്ചിരുന്ന ഹോളി ക്രോസ് സ്കൂളിലെയും SFSലെയും ഹോസ്റ്റലുകളിൽ അവസരം തേടിയിരുന്നു. ഒടുവിൽ ഒരു ഹോസ്റ്റലിൽ പോയി മക്കളെ ഏൽപ്പിക്കാൻ ഷൈനി അവർ പറഞ്ഞ എല്ലാ നിബന്ധനകൾ അംഗീകരിച്ചിട്ടും തീരുമാനമുണ്ടായില്ല. ആ ഹോസ്റ്റലിൽ കൂടി അവസരം നിഷേധിച്ചുകൊണ്ടാകാം ഷൈനി ഒടുവിൽ മക്കൾക്കൊപ്പം ജീവനെടുക്കാൻ തന്നെ തീരുമാനിച്ചത്. മക്കളെ ഒറ്റയ്ക്കിട്ട് ജോലിക്ക് പോകാൻ ഷൈനിക്ക് പേടിയായിരുന്നു. ബാന്ദ്രയിലെ ഒരു ആശുപത്രിയിൽ ജോലി ശരിയായിരുന്നു. പക്ഷേ മക്കളെ ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നില്ല. ഷൈനി മുമ്പ് ജോലി ചെയ്ത റോസ മിസ്റ്റിക്ക എന്ന കെയർ ഹോമിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്തായ ജെസിയോട് പറഞ്ഞതിന്റെ ശബ്ദരേഖയിൽ അവസാന നാളുകളിൽ ഷൈനി നേരിട്ട പ്രതിസന്ധിയൊക്കെ വ്യക്തമാണ്. കൂടാതെ ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് ഷൈനി പറഞ്ഞിരുന്നു. ജോലിക്ക് വരുമ്പോൾ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും എപ്പോഴും വിഷമത്തോടെയാണ് ഷൈനി കണ്ടിരുന്നതെന്നുമൊക്കെ ഷൈനി ജോലി ചെയ്തിരുന്ന കെയർ ഹോം ഉടമ ഫ്രാൻസിസും വെളിപ്പെടുത്തിയിരുന്നു. ഷൈനി മാത്രമല്ല, ഷൈനിയുടെ കുട്ടികളും പപ്പ മമ്മിയെ തള്ളുന്ന കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഫ്രാൻസിസ് വ്യക്തമാക്കിയതാണ്. വൈദികനായ ഷൈനിയുടെ ഭർത്തൃ സഹോദരനെതിരെയും ആരോപണം വന്നു. വിദേശത്തുള്ള വൈദികനായി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. 8:30 മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതൊക്കെ നിന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സ്റ്റേഷനിലാണ്. അവിടെയുണ്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി മകളെയും കൊണ്ട് വന്നത് 2:30 മണി രാത്രിയായപ്പോഴും ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടുപിടിയെല്ലാം കിട്ടി എൻ്റെ പരിക്കുകളും കരിവാളിച്ച് കിടക്കുന്നതും വേദനയും 3 സിസേറിയൻ കഴിഞ്ഞ പെണ്ണാണ് അതിനായിട്ട് ചവിട്ടിക്കൂട്ടിയത്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ തിരക്കിവാണ്. അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ
വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആ FIRന് ശേഷമാണ് ഒരു മകസറ എഴുതാനും. അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊടുപുഴയ്ക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെയായിട്ട് നടന്നത്. എന്നിട്ടാണ് ഇതാകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുകയോ വരുകയോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. അതിലെല്ലാം അവൾക്ക് ഒത്തിരി. എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതൊന്നും ഒരു കാലത്തും തീരുകയില്ല, എനിക്ക് പണിയും കിട്ടിയില്ല, എൻ്റെ കാര്യമില്ല വേറെ അവൾ. എന്നിട്ട് എൻ്റെ മക്കളൊക്കെ 1 ലക്ഷം രൂപ ഫീസ് വരെ അടച്ചിട്ടുള്ള N+6 പരീക്ഷ എഴുതാൻ. അത് ഓൺലൈനിൽ കൂടെ ഉള്ളത് ഇവിടെ ഇരുന്ന് വാട്സപ്പിന് ഈ ഇതിനകത്ത് ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഞാൻ വൈഫൈ എടുത്ത് കൊടുത്ത് പഠിച്ചതിൻ്റെ നോട്ട് എഴുതി വെച്ചിരിക്കുക. അതിനന്നേരം അവൾ കർണാടകത്തിലാണ് BSc നഴ്സിംഗ് പഠിച്ചത്. തലേ ദിവസം ഈ നോബി വിളിക്കുകയോ വാട്സപ്പിൽ വിളിക്കുകയോ വല്ലതും ചെയ്തിരുന്നു? വാട്സപ്പിൽ എങ്ങാണ്ട് വിളിച്ചെന്നല്ലേ ഇപ്പോൾ പറയുന്നത്. പോലീസ് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നീതി കിട്ടും, നിയമനടപടി കിട്ടും. ഞാൻ ഇപ്പം അവരെന്നോട് SI ഏറ്റുമാനൂരിൽ വിളിച്ച് പറഞ്ഞത് അവരിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഒരു പരാതി കൂടെ എഴുതി മേടിച്ചു. എന്നിട്ട് 9 മാസം മുമ്പത്തെ പരാതി കൂടെ വെച്ചിട്ട് ഇപ്പോൾ അവർ കേസ് പോയിരിക്കുന്നെന്നും അവനെ അറസ്റ്റ് ചെയ്തെന്നും എന്നൊക്കെ SI പറഞ്ഞു.